സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. 22 ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. നിജോ ഗിൽബർട്ടാണ് നായകൻ. സദീവൻ ബാലൻ പരിശീലകനാകും. ഈ മാസം 21 മുതലാണ് മത്സരങ്ങൾ. അനിൽ വാസുദേവ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനിൽ, വിവരങ്ങൾ എന്താണ്? റീജത്ത്, വലിയ പ്രതീക്ഷയിലാണ് സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീം. ഇപ്പോൾ തന്നെ 77ാമത് സന്തോഷ് ട്രോഫിക്കുള്ള 22 ടീമിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിശീലകൻ സദീവൻ ബാലൻ വലിയ പ്രതീക്ഷയിലാണ്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ നിജോ ഗിൽബർട്ടാണ്. തിരുവനന്തപുരം സ്വദേശിയാണ്. കഴിഞ്ഞ തവണ കൈവിട്ട കിരീടം ഇത്തവണ വീണ്ടെടുക്കാം. അരുണാചലിലാണെങ്കിൽ പോലും ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിലാണെങ്കിലും കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ കൂടി വലിയ ഇത്തവണ തിരിച്ചെടുക്കാനുള്ള ഒരു ടീം ഉണ്ട് തന്നെയാണ് കേരള ടീം. പരിശീലകനും കോച്ചും ഒക്കെ അല്പസമയത്തിന് മുമ്പ് നമ്മളോടൊപ്പം സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഒപ്പം തന്നെ പ്രിലിമിനറി റൗണ്ടിൽ കേരളം വലിയ രീതിയിൽ ഗോൾ സ്കോറിംഗ് ആയിരുന്നു. 12-ലധികം 13 ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ ഒരു ആക്രമണം ഫുട്ബോൾ തന്നെയായിരിക്കും കേരള ഈ പ്രാഥമിക റൗണ്ടിലും ഇനിയുള്ള റൗണ്ടുകളിലും ഒക്കെ തന്നെ കാഴ്ചവെക്കുക എന്ന് പറയുന്നത്. ശക്തരായ എതിരാളികളാണ്. അസമും ഗോവയും അടക്കമുള്ള എതിരാളികളാണ്. എന്നിരുന്നാൽ പോലും കേരളത്തിന് വലിയ പ്രതീക്ഷയാണ്. ഇത്തവണ കിരീടം വീണ്ടെടുക്കാമെന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് കേരളം സന്തോഷ് ട്രോഫി നേടിയതിന്റെ 50ാം വാർഷികമാണ്. ആ 50ാം വർഷത്തിൽ കേരളത്തിന്റെ 8ാം കിരീടം നേടാനാവുന്ന പ്രതീക്ഷയാണ് കോച്ചും ക്യാപ്റ്റനുമെല്ലാം 24നോട് പങ്കുവച്ചത്. ശരി, അനിൽ വാസുദേവ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. 22 ടീമിനെയാണ് പ്രഖ്യാപിച്ചത്.